ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബീഫിൻ്റെ ലിവർ വെച്ചൊരു പെപ്പർ ലിവർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ നമ്മളിത് കാണിക്കുന്നത്. അപ്പോൾ അത് ഞാനിവിടെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, അതേപോലെ കുറച്ച് ഗാർലിക് ക്ലോവ്സും കേട്ടോ. അപ്പോൾ അപ്പോൾ നമ്മളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് സ്വർണം ബ്രാൻഡിൻ്റെ റൈസ് ബ്രാൻ ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഇത് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, റൈസ് ബ്രാൻ ഓയിൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗുഡ് കൊളസ്ട്രോളൊക്കെ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം നമ്മൾ എണ്ണ വെച്ചിട്ട് അതിൽ പെരിഞ്ജീരകവും ഗാർലിക് ക്ലോവ്സും പിന്നെ നമ്മുടെ കറി ലീവ്സും ഡ്രൈഡ് ചില്ലിയും മാത്രമാണ് കേട്ടോ ഇടുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻസ് ആഡ് ചെയ്യാം. ഈ ഓണിയൻ നന്നായിട്ട് ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള മസാലാസ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ അധികം മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ തക്കാളി ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് പെപ്പർ, പിന്നെ നമ്മൾ തക്കാളി ആഡ് ചെയ്ത ശേഷം കുറച്ചുകൂടി പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനത് ആഡ് ചെയ്യാൻ മിസ്സായതുകൊണ്ട് ഞാൻ രണ്ടാം തവണ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി എരിവിന് ഞാൻ ഇതിൽ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ അതിന് പകരം പെപ്പർ തന്നെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കേട്ടോ. ആ മസാലസ് ഒന്ന് സെറ്റ് ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ വേറെ എന്തെങ്കിലും ഗരം മസാലയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഇവിടെ ടീറ്റൂടെ ചിക്കൻ മസാല കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്ലേവറിന്. ആ മസാലയുടെ ഒക്കെ ഒരു പച്ച മണം മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള ലിവറും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ. നമുക്കിതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ കഴുകി വെച്ച ലിവറിൽ അങ്ങനെ അതിലിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള വെള്ളം മുഴുവൻ അതിലോട്ട് ഇറങ്ങി വരും കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ബീഫിൻ്റെ ലിവർ ആയതുകൊണ്ട് തന്നെ കുറച്ച് വേവ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് കുക്കറിൽ ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ട് മഞ്ഞളിട്ട് വേവിച്ചെടുത്ത ശേഷം വേണമെങ്കിൽ നമുക്ക് ഈ മസാലയിൽ മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് കുക്കായിട്ടിട്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് വേവുന്നതനുസരിച്ച് പിന്നീട് വേണമെങ്കിൽ വെള്ളം ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്തിട്ട് എല്ലാം നമ്മൾ അടുപ്പ് വെച്ചിട്ട് മൂടി വെച്ചിട്ടാണ് ഞാൻ സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുത്തത്. എനിക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ ഗ്യാസിൽ അങ്ങനെ വെക്കേണ്ടി വന്നു കേട്ടോ, അത് ശരിക്കും വെന്ത് വരാനായിട്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. பட்டாசு வெடிக்கிறியே அடி மனச அருவாமணையில் அறுக்கிறியே. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കുമ്പോഴൊക്കെ അതിൽ നല്ല വെള്ളം ഇന്ന് വരുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾക്കിപ്പോൾ വെള്ളം വേവ് വെന്തിട്ടില്ല എന്നെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ മതി. ഈ ടൈമിൽ ഒരു തിക്ക് ഗ്രേവി കൺസിസ്റ്റൻസി ആകുമ്പോൾ നിങ്ങൾ നിർത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡ്രൈ ആക്കണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വരുന്ന സമയത്ത് നമുക്ക് മല്ലിയില നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അപ്പോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ, ഞാനിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഓക്കെ, ബൈ ബൈ.